തെന്നിന്ത്യൻ സിനിമാ ലോകം ഒരിക്കലും മറക്കാത്ത പേരാണ് സൗന്ദര്യ. പേര് പോലെ തന്നെ സൗന്ദര്യത്തിൻ്റെ അവസാന വാക്ക്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കെന്ന സിനിമയിലൂടെ മലയാളികളുടെ ഇഷ്ടതാരമായി മാറിയ നടി. കന്നഡയിലും തമിഴിലും മലയാളത്തിലും മിന്നിത്തിളങ്ങി നിൽക്കുമ്പോൾ 2004 ഒരു വിമാനാപകടത്തിൽ സൗന്ദര്യ കൊല്ലപ്പെടുന്നു. സ്വാഭാവികമായ ഒരു വിമാനാപകടം എന്നതിനപ്പുറം മറ്റൊന്നും അന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 22 വർഷത്തിന് ശേഷം സൗന്ദര്യയുടെ മരണം വീണ്ടും ചർച്ചയാവുകയാണ്, വിവാദങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. തെലുങ്ക് നടൻ മോഹൻ ബാബുവിനെതിരെയാണ് പുതിയ ആരോപണം. സൗന്ദര്യയുടെ മരണം ആസൂത്രിതമായ കൊലപാതകമാണോ? അതിന് പിന്നിൽ വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തെന്നിന്ത്യയെ ഇളക്കിമറിച്ച താരറാണി സൗന്ദര്യ ഓർമ്മയായിട്ട് 2 പതിറ്റാണ്ട് പിന്നിടുന്നു. സൗന്ദര്യയുടെ മരണം സംഭവിച്ച് 22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിവാദങ്ങളും ചർച്ചകളും ദുരൂഹതകളും ഉയരുകയാണ്. പറന്നുയരാൻ ഒരുങ്ങവേ ഒരു വിമാനം പൊട്ടിത്തെറിക്കണമെങ്കിൽ അതിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടായിരുന്നു. ആരെങ്കിലും ബോധപൂർവം ഒരുക്കിയ ചതിയായിരുന്നു അത്. ദുരന്തമുണ്ടായ ശേഷം സൗന്ദര്യയുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾക്കായി ബന്ധുക്കൾ ചേരിതിരിഞ്ഞ് വഴക്കിടുന്ന കാഴ്ചകൾ വരെയും കണ്ടു. ആ സ്വത്തിൻ്റെ പേരിലാണ് പുതിയ ആരോപണവും. സംശയനിഴലിലുള്ളത് ബന്ധുക്കളല്ല, തെലുങ്ക് നടൻ മോഹൻ ബാബു. നടിയുടെ മരണം സ്വാഭാവിക അപകടമല്ല, ആസൂത്രിതമായ കൊലപാതകമെന്നാണ് പുതിയ പരാതി. തെന്നിന്ത്യൻ സിനിമാ താരം സൗന്ദര്യ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട് 22 വർഷമാകുമ്പോഴാണ് ആ മരണം വീണ്ടും ചർച്ചയാകുന്നത്. അത് അപകടമരണമല്ലെന്നും കൊലപാതകമെന്നുമാണ് ആരോപണം. സൗന്ദര്യയുടെ മരണത്തിൽ തെലുങ്കിലെ മുതിർന്ന താരം മോഹൻ ബാബുവിനെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ആന്ധ്രാപ്രദേശിലെ ഖമ്മം ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. മോഹൻ ബാബുവുമായി സൗന്ദര്യക്കുണ്ടായിരുന്ന വസ്തുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പരാതിയിൽ പറയുന്നു. ഷംഷാബാദിലെ ജൽപ്പള്ളി ഗ്രാമത്തിൽ സ്വന്തം പേരിലുള്ള 6 ഏക്കർ ഭൂമി മോഹൻ ബാബുവിന് വിൽക്കാൻ സൗന്ദര്യയും സഹോദരൻ അമർനാഥും തയ്യാറായില്ല. വിമാനാപകടത്തിൽ സൗന്ദര്യ കൊല്ലപ്പെട്ട ശേഷം മോഹൻ ബാബു ഭൂമി വിൽക്കാൻ സഹോദരങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും ഭൂമി നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു. അതേസമയം സൗന്ദര്യയുടെ ഭർത്താവ് GS രഘു ആരോപണങ്ങൾ വ്യാജമെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. ഒരേ സമയം കന്നഡയിലും തമിഴിലും മലയാളത്തിലും തിളങ്ങി നിൽക്കുമ്പോഴാണ് 32-ാം വയസ്സിൽ സൗന്ദര്യയുടെ അകാല വിയോഗം. സൂര്യവംശത്തിൽ അമിതാഭ് ബച്ചന്റെ നായികയായി വെള്ളിത്തിരയിൽ തിളങ്ങിയ സൗന്ദര്യ ബോളിവുഡിലും ശ്രദ്ധ നേടി. ജയറാം നായകനായ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് മോഹൻലാലിന്റെ കിളിച്ചുണ്ടൻ മാമ്പഴം എന്നീ സിനിമകളിലൂടെ സൗന്ദര്യ മലയാളികൾക്കും പ്രിയങ്കരിയായി. തെന്നിന്ത്യൻ സൂപ്പർ താരമായിരുന്ന സൗന്ദര്യ 2004 ഏപ്രിൽ 17-ന് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച ചെറുവിമാനം തകർന്നാണ് മരിച്ചത്. സൗന്ദര്യയുടെ സഹോദരൻ അമർനാഥ്, പൈലറ്റ് മാവേലിക്കര സ്വദേശി ജോയ് ഫിലിപ്പ്, BJPയുടെ പ്രാദേശിക നേതാവ് രമേഷ് ഘാതം എന്നിവരും ജക്കൂർ എയർഫീൽഡിനടുത്തുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. വിവാഹം കഴിഞ്ഞ് 1 വർഷം പൂർത്തിയാകുന്ന മാസത്തിലായിരുന്നു രാജ്യത്തെ നടുക്കിയ ദുരന്തം. കത്തിയമർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് സൗന്ദര്യയുടെ ശരീരഭാഗങ്ങൾ പോലും പൂർണ്ണമായും കണ്ടെടുക്കാനായില്ല. News 18 ഹൈദരാബാദ്.